യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ പേരിപ്പിക്കുകയും ആവശ്യം പറയുകയും ചെയ്താൽ കാര്യം നടത്തി തരും അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദിക്ർ ചൊല്ലി ഏത് ദുആ വെള്ളിയാഴ്ച സുബഹിന്റെ സൂര്യോദയത്തിന് മുമ്പ് രാവ് പകലുകളിൽ ആര് ചൊല്ലിയാലും കാര്യം അല്ലാഹു നടത്തി കൊടുക്കും. ഒന്നുകൂടെ പറയാ, ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു വാത്സല്യമുള്ളവനെ, യാ മന്നാനു അനുഗ്രഹം വേണ്ടത്ര ചൊരിയുന്നവനെ, യാ ബദിഅസ് സമാവാതി വൽ അർളി ഈ അലങ്കൃതമായ ആകാശലോകങ്ങളെ മുന്നൊരുക്കമില്ലാതെ പടച്ചവനെ, യാ ദൽ ജലാലി വൽ ഇക്റാം. നമുക്ക് അള്ളാനെ വിളിക്കുക, എന്നിട്ട് നമ്മളെ ആവശ്യം പറയാം. നമുക്ക് അള്ളാനെ വിളിക്കുക, എന്നിട്ട് ആവശ്യം പറയാം. ഇത് ആവർത്തിക്കും ചെയ്യാം, പിന്നെയും ആവർത്തിക്കാം, പിന്നെയും ഇത് പറയാം, ആവശ്യം പറയാം. മനസ്സിലായില്ലേ? ഇതൊരു വട്ടം പറയാം, ആവശ്യം പറയാം, പിന്നെയും പറയാം. എങ്ങനെ? ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്നുകൂടെ ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. എന്നിട്ട് ആവശ്യം പറയാം. ഗൾഫ് പോവേ, കുട്ടികളെ കെട്ടിക്കുക, എന്താണ് ആവശ്യം അതാണ് പറയാം. പിന്നെയോ സുബഹിയായി വെള്ളിയാഴ്ചയുടെ പ്രഭാതമായാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളെ തലേന്നെ പറഞ്ഞു എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. അന്നഹുൽ യൗമുൽ ലദീ യുസ്തഹബ്ബു ഫീഹി അൻ യുതഫറഗ ഫീഹി ലിൽ ഇബാദ. ആരാധനക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കേണ്ടതാണ്. ആരാധനക്ക് ഒഴിഞ്ഞു വെക്കാത്തത് കൊണ്ടാണ് ദാവൂദ് നബിയുടെ ജനത കൊരങ്ങായത് എന്ന് ഇന്നലെ നമ്മൾ പറയുകയുണ്ടായി. അതിനുവേണ്ടി ഒരുങ്ങുക. എന്നിട്ട് വലഹു അലാ സായിരിൽ അയ്യാമി മസിയത്തുൻ ബിഅൻവാഹിൻ വഅൻവാഇ മിനൽ ഇബാദാത്തി വാജിബതൻ വ മുസ്തഹബ്ബ. സുന്നത്തായും വാജിബായുമുള്ള എല്ലാ അമലുകളെയും നടപ്പിലാക്കുക. വല്ലാഹു ജഅല സുബ്ഹാനഹു വ തആല ജഅല ലി അഹ്ലി കുല്ലി മില്ലത്തിൻ യൗമ യതഫറഗൂന ഫീഹി ലിൽ ഇബാദ. ആരാധകനക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി അല്ലാഹു തആല എല്ലാ ജനതക്കും ഒരു ദിവസം നൽകിയിട്ടുണ്ട്. ആ വയതഖല്ലൗന ഫീഹി അൻ അശ്ഗാലി ദുനിയാ. ആ ദിവസം ഒരു ദുനിയാവിന്റെ ശുഗലുകൾ മാറ്റിവെക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് യൗമുൽ ജുമുഅത്തി ലി ഉമ്മത്തി മുഹമ്മദിൻ. അതുകൊണ്ട് ഫയൗമുൽ ജുമുഅ യൗമു ഇബാദ, വെള്ളിയാഴ്ച ഇബാദത്തിന്റെ ദിവസമാണ്. ഏതുപോലെ ഫഹുവ കശ്ശഹരി റമളാന ഫിശ്ശുഹൂരി. കൊല്ലത്തിൽ നമ്മൾ സാദുൽ മആരിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം. കൊല്ലത്തിൽ നമ്മൾ ഏതു പ്രകാരമാണോ റമളാനെ കാണുന്നതെങ്കിൽ അത് പ്രകാരമായിരിക്കണം ആഴ്ചയിൽ വെള്ളിയാഴ്ചയെ കാണേണ്ടത്. വസാഅത്തുൽ ഇജാബത്തി ഫീഹി കലൈലത്തുൽ ഖദ്രി ഫീ റമളാൻ. വസാഅത്തുൽ ഇജാബത്തി ഫീഹി, വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു നേരമുണ്ട്. ഏതുപോലെ കലൈലത്തുൽ ഖദ്രി ഫീ റമളാൻ. അപ്പൊ റമളാനും വെള്ളിയാഴ്ച തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അത് ആഴ്ചയിൽ ഒരുങ്ങേണ്ട ദിവസമാണ്, മറ്റേ കൊല്ലത്തിൽ ഒരുങ്ങേണ്ട ദിവസമാണ്. അതിലുണ്ട് ലൈലത്തുൽ ഖദ്ർ എന്നൊരു സഅത്തുൽ ഇജാബ. അത് വെള്ളിയാഴ്ചയുണ്ട്. ഒരു നേരണ്ട്, ഒരു ക്ലിക്ക് അടിക്കണ നേരണ്ട്. എന്താണ് പറഞ്ഞ ആപ്പാട് കിട്ടിയിരിക്കും നാട്ടകം ഇല്ല. അള്ളാഹ് കൊടുക്കാതെ വിടൂല പുണ്യ നബി. അതുകൊണ്ടാണ് വലിഹാദാ മൻ സഹലഹു യൗമ ജുമുഅതിഹി സലിമ വസലിമ സലിമത് ലഹു സായിറു ജുമുഅതിഹി. ഒരാൾക്ക് വെള്ളിയാഴ്ച ശരിയായാൽ ആഴ്ച മുഴുവൻ ശരിയാവും. വമൻ സഹലഹു റമളാൻ സഹലഹു സായിറു സനതി. ഒരാൾക്ക് റമളാൻ ശരിയായാൽ ആ കൊല്ലം മുഴുവൻ ശരിയാവും. വമൻ സഹത ലഹു ഹജ്ജതുഹു വസലിമത് ലഹു. ഒരാൾക്ക് ഹജ്ജ് ചെയ്ത് ശരിയായാൽ സഹലഹു സായിറു ഉംരിഹി. അയാൾക്കയുടെ വയസ്സ് മുഴുവനും ശരിയാവും. ഇനി തിരിച്ചിങ്ങോട്ട് വെള്ളിയാഴ്ച ശരിയായിട്ടില്ലെങ്കിൽ ആഴ്ച ശരിയാവില്ല. റമളാൻ ശരിയായിട്ടില്ലെങ്കിൽ ആ കൊല്ലം ശരിയാവില്ല. ഹജ്ജ് ചെയ്തിട്ട് നാശായാൽ പിന്നെ ബാക്കിയുള്ള ജീവിതം നാശത്തിലാവും. ഇല്ലെങ്കിൽ മഖബൂലായ ഒരു ഹജ്ജ് പിന്നെ കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുട്ടികളെ, ഞാനൊരു അത്ഭുതം പറഞ്ഞു തരട്ടെ. ഏറ്റവും വലിയ ദോഷം ഏതാണെന്നറിയോ? ഒരു അമലിന് തൗഫീഖ് ചെയ്തിട്ട് അള്ളാഹ് തൗഫീഖ് കൊടുത്തിട്ട് അത് കബൂലായി ചെയ്യാൻ കഴിയാത്തവരാണ്. പടച്ചോനെ അള്ളാഹുവേ, പേടി തോന്നുകയാണ്. പടച്ചോനെ അള്ളാഹുവേ, ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ.
മനസ്സിലായ ഞങ്ങൾക്ക് ഒരു അമലിനുള്ള തൗഫീഖ് കൊടുത്തു, എന്നിട്ട് അത് കബൂലാവുന്ന വിധത്തിൽ ചെയ്യാൻ അവന് ശ്രദ്ധിച്ചില്ല. ഒരു റമദാനാണ് കഴിഞ്ഞു, പക്ഷെ അവന്റെ ദോഷം പൂർത്തില്ല. അതല്ലേ പറഞ്ഞത് മനാദിറക റമളാന ഫലം യുഗ്ഫർ ലഹു അബ്അദഹു അല്ലാഹ്. ഒരാൾക്ക് റമളാൻ കിട്ടിയിട്ടും ദോഷം പൂർത്തി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടൂല, പിന്നെ ദോഷം പൂർത്തൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ വെള്ളിയാഴ്ച കിട്ടി എന്നിട്ടും ശരിയായിട്ടില്ലെങ്കിൽ ബാക്കി ദിവസങ്ങളൊക്കെ പോക്കാണ്. ഇന്നത്തെ ഈ ഉപഭോഗ വിപ്ലവം ഒഴിവാക്കിക്കോളേ, നല്ലതല്ല. വ്യാപാരി വ്യവസായി അല്ല തീരുമാനിക്കേണ്ടത്, മുഹമ്മദ് നബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ തീരുമാനിക്കണം, ഇവരല്ല തീരുമാനിക്കേണ്ടത്. വ്യാപാരി വ്യവസായി അല്ല തീരുമാനിക്കേണ്ടത്, മുഹമ്മദ് നബി തീരുമാനിക്കേണ്ടതാ. ഇവിടെ എന്ത് നടക്കണം? മുഹമ്മദ് നബിയാണ് തീരുമാനിക്കേണ്ടത്. മുഹമ്മദ് നബി തീരുമാനിച്ചാലേ മുഹമ്മദ് നബിന്റെ അടുത്തേക്കാണ് എല്ലാം പറ്റുള്ളൂ. ഇത് വ്യാപാരി വ്യവസായത്തിന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അതെവിടെ പോകും നിങ്ങൾക്കൊക്കെ അറിയാലോ. അതെല്ലാം മനസ്സിലാക്കണം. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞ അർത്ഥമല്ല. വ്യാപാരം വേണം, വ്യവസായം വേണം, ഒക്കെ വേണം. പക്ഷേ മുൻഗാമികളായ സാലിഹീങ്ങൾ ദിവസങ്ങൾക്ക് കൽപ്പിച്ചിരുന്ന ഈ അദബുകൾ നഷ്ടപ്പെടുത്തിയാൽ ദീൻ നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഒരാഴ്ചയുടെ ത്രാസാണ്. വെള്ളിയാഴ്ച ആഴ്ചയുടെ ത്രാസാണ്, റമളാൻ കൊല്ലത്തിന്റെ ത്രാസാണ്, ഹജ്ജ് വയസ്സിന്റെ ത്രാസാണ്. അവിടെ എങ്ങനെയായി എന്നുള്ളതാ കണക്കാക്കപ്പെടുക. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെ അനിബ്നു ഉമറ ഖാല ഖാല റസൂലുള്ളാഹി മൻ സാഫറ മിൻ ദാരി ഇഖാമതിഹി യൗമൽ ജുമുഅ ദഅത് അലൈഹിൽ മലായിക ഖാല റസൂലുള്ളാഹി. ഒരാൾ വെള്ളിയാഴ്ച യാത്ര പോയാൽ മൻ സാഫറ മിൻ ദാരി ഇഖാമതിഹി യൗമൽ ജുമുഅ, അവൻ പാർക്കണ നാട്ടിൽ നിന്ന് വെള്ളിയാഴ്ച യാത്ര പോയെങ്കിൽ, സ്വന്തം പാർക്കുന്ന നാട്ടിൽ നിന്ന് ഒരാൾ വെള്ളിയാഴ്ച യാത്ര പോയാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിന്റെ അർത്ഥം ജുമുഅ ലഭിക്കും എന്ന പ്രതീക്ഷയൊന്നും ഇല്ലാതെ എന്നർത്ഥം. മനസ്സിലായില്ല? ജുമുഅ ലഭിക്കും എന്ന പ്രതീക്ഷയും ഉറപ്പൊന്നും ഇല്ല. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. ആ രൂപത്തിലാണ് ഒരാൾ യാത്ര പോയത് എങ്കിൽ മലക്കുകൾ അവന്റെ എതിരായി പ്രാർത്ഥിക്കുന്നതാണ്. മലക്കുകൾ എതിരായി പ്രാർത്ഥിക്കും. ഒക്കെ ശ്രദ്ധിക്കുക. എന്നാൽ യാത്രാ സംബന്ധമായ വാഹനങ്ങൾ അവനെ കാത്തിരിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുകയോ, യാത്രയിലെ വിഷമങ്ങൾ അവന്റെ റുഫഖ അവന്റെ സ്നേഹിതന്മാർ നഷ്ടപ്പെട്ടും യാത്രാവാഹനം നഷ്ടപ്പെട്ടും അപകടങ്ങളും വിഷമങ്ങളും കഷ്ടനഷ്ടങ്ങളും വരുമെന്നോ തോന്നിയാൽ അവന് യാത്ര പോകാവുന്നതാണ്. മനസ്സിലാവണില്ല പറഞ്ഞത്? അങ്ങനെ ആയാൽ മനസ്സിലായില്ല. ഉദാഹരണം പറയാം. പിന്നെ 10 മണിക്കാണ് കരിപ്പൂരിൽ നിന്ന്, അല്ലെങ്കിൽ 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഇവിടുന്നും ജുമുഅ പോവും, അവിടുത്തെ ജുമുഅട്ട് എത്തൂല്ല എന്ന് കണ്ടാൽ അത് വലിയ പ്രശ്നമായാൽ ശനിയാഴ്ചക്കോ വ്യാഴാഴ്ചത്തേക്കോ നീക്കാനുള്ള സൗകര്യമൊന്നും നമുക്ക് നിലവിലുള്ള അന്വേഷണ പ്രകാരം ലഭിച്ചതും ഇല്ല. സാഹചര്യം അനുസരിച്ച് അന്വേഷിക്കണ്ടോ? മകളെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ട് ഉണ്ടാക്കും. മനസ്സിലായില്ല? ഒന്നിരിക്കൽ പുറത്തേക്കോ അല്ല അല്ലെങ്കിൽ അപ്പുറത്തേക്കാക്കോ. ആ അന്വേഷണമാണോ, അല്ലാതെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പരിപാടി എത്തൂല. എല്ലാം മനസ്സിലാക്കണം. അത് ടിക്കറ്റ് ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ പോരാ, ഉണ്ടാവില്ല എന്ന് എനിക്ക് തന്നെ അറിയും ചെയ്യാം. അത് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ പോരാ, അന്വേഷിച്ച് ഉണ്ടാക്കണം. ഒരു നിലക്കുണ്ടായില്ല, ശനിയാഴ്ചയിലേക്ക് നീക്കാൻ കഴിയില്ല, വ്യാഴാഴ്ച ടിക്കറ്റും കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? മനസ്സിലായില്ലേ? എന്ത് ചെയ്യാം? വെള്ളിയാഴ്ച ജുമുഅ നഷ്ടപ്പെടുത്തിയും പോകാവുന്നതാണ്. എങ്കിലും പരമാവധി അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജുമുഅ ലഭിക്കുമെന്ന് ഇങ്ങനെയുള്ള ഒരു ഉഴുതുണ്ടെങ്കിൽ പറ്റും. രോഗിക്കും മറ്റൊക്കെ ഒരു ഉഴുതുള്ളത് പോലെ ഇയാൾക്കും ഉഴുതുണ്ടാവും. ഇന്നത്തെ വാഹനങ്ങൾ പ്രത്യേകിച്ചും സാധാരണ വാഹനം പോലെ അല്ല. അന്നത്തെ വാഹനം എന്നുള്ളത് നമുക്ക് വേണ്ടി കാത്തിരിക്കാത്ത വാഹനമാണ്. എന്ത്? ഫ്ലൈറ്റ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതും പരമാവധി സൂക്ഷിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിലോ മലക്കുകൾ അവനെതിരെ പ്രാർത്ഥിക്കുന്നതാണെന്ന് ദാറഖുത്നി രേഖപ്പെടുത്തിയ ഹദീസ്. ഖാല റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ. ഹന്നാൻ ഇബ്നു അത്തിയ ഖാല ഇദാ സാഫറ റജുലു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച നേരം വെളുക്കുമ്പോൾ ഒരാൾ ജുമുഅ ഉറപ്പില്ലാതെ യാത്ര ചെയ്താൽ ദഅ അലൈഹിൻ നഹാറു, ആ പകൽ